ജോൺ സാർ മഹാരാജ് കോളേജിലെ പഴയ KSQ-കാരനായിരുന്നില്ലേ? അവിടുത്തെ SFI പിള്ളേർ റെഡി. അവസാനത്തേതാണ്. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. പുതുപ്പള്ളി ടുഡേ ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു. ഒരു പോലീസുകാരനെ കുറച്ച് ചെറുപ്പക്കാർ ചേർന്ന് ഒരു മാളിന്റെ അകത്തിട്ട് തല്ലുന്നത്. അപ്പൊ നമ്മളോർത്ത് SFI പിള്ളേരാണെന്നും കൂടെ വാർത്ത വന്നു. അപ്പൊ നമ്മളോർത്ത് ഇതെന്താ ഇവിടെ നടക്കുന്നത്? SFI പിള്ളേരൊക്കെ അങ്ങ് അഴിഞ്ഞാടുകയാണ്, പോലീസിനെ മറ്റുമൊക്കെ ചുമ്മാ ഇട്ട് തല്ലുകയാണല്ലോ, ഇവിടുത്തെ ആഭ്യന്തര വകുപ്പൊക്കെ പരാജയമാണല്ലോ, ഇതൊക്കെയാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്. എന്നാൽ നമ്മൾ ഇതിനെപ്പറ്റി വിശദമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞപ്പോഴത്തേന് SFI പിള്ളേർ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നതല്ല ഇതിന്റെ അകത്ത് പ്രധാനപ്പെട്ട വിഷയം വന്നിരിക്കുന്നത്. നമുക്ക് ആ മാളിൽ നടന്ന സംഭവം ഒന്ന് കാണാം. ആൾക്കാർ അടിക്കേണ്ടത് അടിയടാ നിന്റെ അടുത്താണ് ചോദിക്കണത്. അന്ന് കളപ്പായിരുന്നു പേടിയാ. അത് നിങ്ങൾക്ക് ഭയങ്കര ഉറപ്പായിരുന്നല്ല, ഇപ്പൊ ഉറപ്പ് തൊലിച്ചു പോയാ. ഷാപ്പിനകത്ത് ഇത് ഇത്ര പോടാ. ഈ പോലീസ് ഉദ്യോഗസ്ഥനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിന്റെ കാരണം എന്താണെന്നും കൂടെ നമുക്കൊന്ന് കാണാം. ഡിസംബർ 31 തീയതി ഒരു ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഇടയിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പം അവിടെ അന്ന് ഒരു DJ പാർട്ടി നടക്കുന്നു. അവിടെ പോലീസുകാർ കയറി വന്ന് ആക്രമിക്കുന്ന രംഗമാണ്. നമുക്ക് ആദ്യം ഈ രംഗം ഒന്ന് കാണാം. ഇതാണ് ബീച്ചിൽ നടന്ന പുതുവർഷ ആഘോഷം. ഈ സംഭവത്തിലാണ് പോലീസുകാർ യാതൊരു പ്രകോപനവുമില്ലാതെ വന്ന് അവിടെ നിന്ന് പിള്ളേരെയെല്ലാം തലക്കെല്ലാം അടിക്കുകയായിരുന്നു. നിങ്ങൾക്കറിയാം, ഒരു പോലീസ് ഉദ്യോഗസ്ഥർ ലാത്തി കൊണ്ടടിക്കുമ്പോൾ അതിനും കുറച്ച് നിയമവശങ്ങളുണ്ട്. മനുഷ്യന്റെ ശരീരത്ത് അപകടകരമായ വിധത്തിലൊന്നും ലാത്തി കൊണ്ട് പ്രഹരിക്കാൻ പറ്റുന്നതല്ല. അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അത് ഒഴിവാക്കി വേണം പ്രഹരിക്കാൻ വേണ്ടി. അത് തന്നെയല്ല, അവർക്ക് എന്തെങ്കിലും അതുമൂലം അപകടം പറ്റിയ അവർക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകാനും ഈ പോലീസ് ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണ്. എന്നാൽ ഇതെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ടാണ് അന്ന് ഈ ഒരു സംഭവം ഇവിടെ നടക്കുന്നത്. എന്നാൽ ഈ സംഭവങ്ങൾക്ക് ശേഷം അവര് അന്ന് പരാതി കൊടുത്തു. ഈ പോലീസിന്റെ ഇന്നത്തെ അതിക്രൂരമായി ഇവരെ മർദ്ദിച്ചെന്നും പറഞ്ഞ് അന്ന് ഈ പിള്ളേര് പോലീസിൽ പരാതി കൊടുത്തിട്ട് ആ പോലീസുകാരും അതിന്റെ തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥർ പോലും അന്ന് ഒന്ന് കേട്ട ഭാവം നടിച്ചില്ല. ജനുവരി 1 സംഭവങ്ങളുടെ തുടർച്ചയാണ് ഇത് ഉണ്ടാകുന്നത്. അന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി ആവശ്യപ്പെട്ടിരുന്നു. അത് പോലീസ് എടുക്കായിരുന്നു. എന്തുകൊണ്ടാണ് ആ കാര്യങ്ങൾ എനിക്കിപ്പോ പ്രതികരിക്കാൻ പറ്റില്ല. അന്ന് എന്ത് സംഭവിച്ചെന്ന് പരിശോധിക്കാം. കഴിഞ്ഞ മാസം ജനുവരി 1 നടന്ന സംഭവം എന്താന്ന് അദ്ദേഹം ഇനിയും പരിശോധിക്കാൻ പോവാന്നാണ് പറഞ്ഞത്. അത് അന്ന് പരിശോധിക്കുമായിരുന്നെങ്കിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന് ഈ അടി കിട്ടത്തില്ലായിരുന്നു. എന്നാൽ ഈ 1.5 മാസക്കാലം അവർ കാത്തിരുന്നു. ഫെബ്രുവരി 14 ആണ് അവർ ആ പക വീട്ടിയത്. അപ്പം പോലീസുകാരെ നമ്മൾ ഉപദ്രവിക്കരുതെന്നും പോലീസുകാരോട് ഇത് കാണിച്ചത് തെറ്റാന്നും ഒക്കെ നമുക്കറിയാം. ഒരു കാരണവശാൽ നിയമപാലകരെ നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല, നിയമം കയ്യിലെടുക്കാൻ പറ്റത്തില്ല. പോലീസ് ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞാൽ നിയമപാലകരാണ്, നിയമം സംരക്ഷിക്കപ്പെടേണ്ടവരാണ്. അതുപോലെ മനുഷ്യന്റെ ജീവനും സ്വത്തിന് സംരക്ഷണം തരേണ്ടവരാണ്. ഇതെല്ലാം നമുക്കറിയാം. അവരെ ഉപദ്രവിച്ചതിനെ ഞാൻ ന്യായീകരിക്കുകയല്ല. പക്ഷെ ഈ പിള്ളേരുടെ ഭാഗത്തും കുറച്ച് ശരിയുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ ഈ കേസ് നേരെ ഓപ്പോസിറ്റ് വന്നത്. അതുപോലെ മേലുദ്യോഗസ്ഥന്റെ വാക്ക് കേട്ടുകൊണ്ട് ഈ സാധാരണക്കാരെ തല്ലാൻ ഇറങ്ങുമ്പോൾ നിങ്ങൾ ഒരു വട്ടം ചിന്തിക്കണം. അവരും ഇതുപോലെ തന്നെ അവരൊരു മനുഷ്യനാണ്. അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ മർദ്ദിച്ചോ, അല്ലെങ്കിൽ തെറ്റുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് എന്ത് ചെയ്താലും നമ്മൾ അതിനെതിരെ ഒന്നും പറയത്തില്ല. കാരണം നിങ്ങളെ നമ്മൾ എപ്പോഴും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതാണ്. പക്ഷെ ഈ ഒരു പ്രവൃത്തി ചെയ്ത SFIക്കാരുടെ ഒപ്പം നിൽക്കാതെ പറ്റത്തില്ലല്ലോ. കാരണം അവർ ചെയ്തത് പോലീസ് നിയമപാലകരെ മർദ്ദിച്ചു എന്നത് തെറ്റ് തന്നെയാണ്. എങ്കിലും അവരുടെ ഭാഗത്തും കുറച്ചൊക്കെ ശരിയുണ്ട്.